വെൽക്കം ടു മൈ ചാനൽ ഡിവൈൻ ലോക. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വിഷു കണി എങ്ങനെ പാരമ്പര്യമായിട്ട് ഒരുക്കാമെന്നും അത് പുലർച്ചെ ഏത് സമയത്താണ് കൃത്യമായിട്ട് കണ്ടാൽ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ ചെറിയ കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കൊന്നും പ്രത്യേകിച്ച് അറിയാൻ കഴിയില്ല. അത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വിഷുക്കണി ഒരുക്കാനായിട്ട് വേണ്ടത് നല്ലൊരു കൃഷ്ണ വിഗ്രഹമാണ്. നല്ല നീല നിറത്തിലുള്ള ഉണ്ണിക്കണ്ണൻ എടുക്കാം. പിന്നെ നമ്മൾക്ക് ഒരു ഗണപതിയുടെ ഫോട്ടോ വെക്കാം. പിന്നെ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കാം. ഒരു കണ്ണാടി വെക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന 6 മുള കണ്ണാടിയാണ്. എല്ലാറ്റിൻ്റെയും ഫോട്ടോസാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു നിലവിളക്ക് കിണ്ടി, അതിനനുസരിച്ചുള്ള ഒരു നാഴി അതും എടുക്കണം. പിന്നെ വേണ്ടത് നല്ലൊരു തളിക, വൃത്തിയായിട്ടുള്ള തളിക എടുക്കുക. അതിലേക്ക് ഒരു കോടി കസവുള്ള മുണ്ട് നിവർത്തിയ തളികയ്ക്ക് പാകത്തിന് വിരിച്ച് വെക്കണം. അതിൻ്റെ 2 സൈഡായിട്ട് കൊന്നപ്പൂ നമ്മൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക. അതിനുശേഷം കുറച്ച് ധാന്യങ്ങൾ വീട്ടിൽ എന്താണോ കയ്യിലുള്ളത് അത് വെക്കാം. അതായത് ചെറുപയർ, പയർ അങ്ങനെയുള്ള ധാന്യങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ വെറ്റില, അടയ്ക്ക ഒരു സൈഡിലേക്ക് വെക്കണം. ഇനി നമ്മുടെ കയ്യിലുള്ള കോയിൻസ് വെക്കാം. സ്വർണ്ണാഭരണങ്ങളോ സ്വർണ്ണക്കോയിനോ വെള്ളിയോ അതേമാതിരി രൂപയോ എല്ലാം വെക്കാവുന്നതാണ്. ഒന്നുമില്ലാത്തവർ സാധാരണ കോയിൻ വെക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം വെക്കുക. പൂവമ്പഴം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വെക്കാം. ചന്ദനത്തിരി കൊളുത്തി വയ്ക്കാൻ പൂവമ്പഴം നല്ലതാണ്. പിന്നെ ഒരു കണി വെള്ളരിയാണ്. കണി വെള്ളരി നല്ല നിറത്തിലുള്ള അതും വെക്കുക. പിന്നെ കണിക്ക് വെക്കാൻ പറ്റുന്ന മത്തൻ അതും കൂടി വെക്കുക. ഇനി വേണ്ടത് ഒരു നാളികേരം ഇതേമാതിരി പൊട്ടിച്ച് 2 സൈഡിലാക്കി വെക്കുക. അപ്പോൾ വിഷു എന്നത് ഒരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. വിളവെടുപ്പ് ഉത്സവമെന്നും പഴയ കാലങ്ങളിൽ പറയും. അപ്പോൾ നമ്മുടെ ഇത്രയും ഐറ്റംസ് ആയാൽ നല്ലൊരു വിഷുക്കണിയായി. എല്ലാവരും ഇതേപോലെ തന്നെ വെക്കുക. അപ്പോൾ വിഷുക്കണി കാണേണ്ട കൃത്യമായ സമയം പുലർച്ചെ 4 മണിക്ക് എണീറ്റ് 4:30 വരെയാണ്. 4:10 മുതൽ 4:30 വരെ പൂർണ്ണ ഫലം നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കും. പ്രത്യേക നാളുകാർക്കൊരു വിഷുഫലം അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് കാർഷിക വൃത്തിയായി ബന്ധപ്പെട്ട വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഗുണമാവട്ടെ. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ വരുന്ന വിഷുവിന് കണി ഇതേപോലെ വെക്കുക. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഡിവൈൻ ലോക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലുള്ള പരമ്പരാഗത അറിവുകളുമായി കാണാം. താങ്ക് യു വെരി മച്ച്.